ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഒരു സിസ്റ്ററിനെ കണ്ടു. അപ്പോൾ മോളെന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഫിലിമിലുണ്ടായിരുന്നു. അയ്യോ വാഴ ടൂലുണ്ടായിരുന്നു. ഞങ്ങളെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു നല്ല ഫിലിമാണ്. ഒരു വോയിസ് നോട്ട് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി. എന്താണെന്ന് വെച്ചാൽ ആ കുട്ടീൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കണില്ല. അപ്പോൾ പറയണേ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കടക്കാർ വീട്ടിൽ വരുമ്പോൾ അച്ഛൻ രാഷ്ട്രീയം പറഞ്ഞ് നടക്കുകയും ചെയ്യും. അത് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി. എനിക്ക് ചേച്ചി ഒരു വോയിസ് തിരിച്ചിടും, എൻ്റെ അമ്മ ഇപ്പം ഇല്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം പ്രിൻസ് ആൻഡ് ഫാമിലി. ഓഡീഷൻ ചെയ്യുന്ന സമയത്തൊന്നും എനിക്കറിയില്ല ഇത് ഞാൻ ദിലീപേട്ടൻ്റെ കൂടെയാണ് ചെയ്യാൻ പോകണമെന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷെ ഇത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എന്നോട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല ചെയ്യുമ്പോൾ. ദിലീപേട്ടൻ തന്നെ ഫസ്റ്റ് കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു ഈ സിനിമ കണ്ടിറങ്ങിയ ആരും ജെസിമമ്മിയെ മറക്കില്ല. കേക്ക് ചിത്രത്തിൽ അനശ്വരരാജൻ്റെ അമ്മയായിട്ടായിരുന്നു, പത്മിനിയിലും അനശ്വരരാജൻ്റെ അമ്മയായിട്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കഥാപാത്രങ്ങൾ മാത്രമായിട്ട് ചുരുക്കി പോകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്നോട് പലരും പറയും അമ്മ കഥാപാത്രങ്ങൾ മാത്രം ചെയ്ത് അതിൽ ഒതുങ്ങി പോകുന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്ന അമ്മകളൊക്കെ ഡിഫറെൻ്റ് അമ്മകളാണ്. ജെസിമമ്മി വേറെ അമ്മ, ഇതിലത്തെ വേറെ അമ്മ. അതൊരു രസമാണ്. ഹായ്, ഹലോ, നമസ്കാരം. വാഴ 2 ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്ത ലതാ ദാസാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. വളരെയധികം ഒരു സന്തോഷമുണ്ട് കേട്ടോ. എന്തൊരു ഈ ഒരു നിമിഷത്തിൽ, അതായത് വാഴ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വേൾഡ് വൈഡ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ തന്നെ 200 കോടി ക്ലബിലേക്കാട്ടും കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടെ തന്നെ തെലുങ്കിലൊക്കെ റിലീസ് ചെയ്തു. അപ്പൊ ഈ ഒരു നിമിഷത്തിൽ ചേച്ചി അതിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരാളാണ്. അപ്പൊ ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ടീമിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ. അതിൻ്റെ ഒരു ഭാഗമായാലും ആ ഒരു പടം 200 കോടി ക്ലബിൽ കയറി എന്ന് അറിയുമ്പോഴുള്ള ഒരു സന്തോഷം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ കരിയർ ലൈഫിൽ തന്നെ ഫസ്റ്റ് ഒരു ഇതാണ് ഇത്രയും ഹിറ്റായ ഒരു പടത്തിൻ്റെ ഭാഗമാവാന്ന് പറയുന്നത്. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ചില്ലറ കളിയൊന്നുമല്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും എല്ലാ ആളുകളും അതിൽ കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്ട് ആവുകയാണ് ചെയ്തത്. അതിലൊരു പ്രധാന ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിൽ. എന്ന് വെച്ചാൽ അതിൽ ഒരു അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന കുറെ അമ്മമാരുണ്ട്, അതായത് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന. അതുപോലെ അതിനപ്പുറം തന്നെ അച്ഛന്മാരെ കാണിക്കുന്നുണ്ട്. അതായത് ഇങ്ങനത്തെ അച്ഛന്മാരുണ്ടാവോ, ഇങ്ങനത്തെ അച്ഛന്മാരൊക്കെ എത്ര ബുദ്ധിമുട്ടുന്ന ഫാമിലികൾ ഉണ്ടാവും, അങ്ങനെ ഒരു കാണിക്കുന്ന ഒരു കഥാപാത്രം. അപ്പൊ ആ ഒരു കഥാപാത്രത്തെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഈ കഥാപാത്രം ചെയ്യുമ്പോൾ അത് ഇത്ര ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു കഥാപാത്രമാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായിട്ടുണ്ടായില്ല. പക്ഷേ സിനിമ കണ്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്കും എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു കഥാപാത്രമാണ്. അതുകൂടാണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, കുറേ വോയിസ് നോട്ട്. ഒരു വോയിസ് നോട്ട് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി. എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തിരിച്ചൊരു വോയിസ് ഇടുമോ, എന്താണെന്ന് വെച്ചാൽ ആ കുട്ടീൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കണില്ല. അപ്പോൾ പറയണേ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കടക്കാർ വീട്ടിൽ വരുമ്പോൾ അച്ഛൻ രാഷ്ട്രീയം പറഞ്ഞ് നടക്കുകയും ചെയ്യും. അപ്പോൾ കടക്കാരൊക്കെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മയാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യണത്. അത് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി. എനിക്ക് ചേച്ചി ഒരു വോയിസ് തിരിച്ചിടും, എൻ്റെ അമ്മ ഇപ്പം ഇല്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ശരിക്കും നമുക്ക് അങ്ങനെ ചെറിയ കുട്ടിയാന്ന വോയിസ് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരുപാട് പേര് ഇത് കണക്ട് ചെയ്യണവരുണ്ട്. പിന്നെയും കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടാകും. ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ ഫാമിലി പോലെ തോന്നി, എൻ്റെ അച്ഛൻ എങ്ങനെയാണ്, എൻ്റെ അമ്മയാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയത്, എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജസ് വരുമ്പോഴാണ് നമ്മൾക്ക് അവരിലേക്കൊക്കെ എത്താൻ പറ്റി. ഫിലിമിലൂടെ ആയാലും നമ്മൾ ആ ഒരു അവരുടെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് നമുക്ക് മെസ്സേജ് ഇടുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അതായത് ഒരു സിനിമ കൊണ്ടുവന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അതായത് സിനിമയിലൂടെ എത്രത്തോളം ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്രയും നമ്മൾക്കൊക്കെ ഇത് നമ്മളാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ഇത് അല്ല, അങ്ങനെയല്ലേ? ശരിക്കും അങ്ങനെ തോന്നുന്നു. എന്നുവെച്ചാൽ നമ്മളെ ചുറ്റുപാടും നടക്കുന്ന കുറേ സംഭവങ്ങളായി ഫിലിമിൽ ഞങ്ങളുടെ എന്നല്ല എല്ലാ ഫാമിലിയും കാണിക്കണില്ലേ. നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ചുറ്റുമുള്ള വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു ഫിലിം. അതുകൊണ്ടാണ് ഇത് ഇത്ര സക്സസ് ആയതും എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നതും. പിന്നെ അതിൽ കുറേ നൊസ്റ്റാൾജിക് ഫീലിങ്സ് നമ്മുടെ സ്കൂൾ കോളേജ് ഡേയ്സിൻ്റെ. എനിക്ക് ഒരു ഇത് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഒരു സിസ്റ്ററിനെ കണ്ടു. അപ്പോൾ മോളെന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഫിലിമിലുണ്ടായിരുന്നു. അയ്യോ വാഴ ടൂലുണ്ടായിരുന്നു. ഞങ്ങളെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു നല്ല ഫിലിമാണ്, അത് നമ്മളുടെയൊക്കെ ചെറുപ്പകാലം നമ്മളതിൽ കാണും. അത് പറഞ്ഞിട്ട് ഈ ആഴ്ച അവർ കാണാൻ പോകണം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും എല്ലാവരിലും എത്തിയിട്ടുണ്ട് ഈ ഫിലിം എന്നുള്ളത് മനസ്സിലാവുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവാർഡും അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരാളുകളുടെ വാക്കുന്ന് നമ്മൾ ഈ ഒരു കഥാപാത്രത്തെ ഏറ്റെടുത്തു, സിനിമ ഏറ്റെടുത്തു എന്ന് പറയുന്ന ഏറ്റവും വലിയ അംഗീകാരം. എനിക്ക്
എനിക്കിപ്പോഴും ആ മെസ്സേജ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ കുട്ടി അത്രയും സങ്കടപ്പെട്ടിട്ട് തിരിച്ചൊരു വോയിസ് ഇടും എൻ്റെ അമ്മ ഇപ്പം ഇല്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആ കുട്ടിയെ ടച്ച് ചെയ്തു എന്നാ മനസ്സിലായത്. അപ്പൊ ആ കഥാപാത്രം ഉണ്ട്. ആ കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ആ വിനോദേട്ടന്റെ കഥാപാത്രം എന്ന് പറഞ്ഞ കിടാമംഗലം ചേട്ടന്റെ കഥാപാത്രം എന്ന് പറയുന്നത് അതായത് ഞാനാണ് ഈ മക്കളെയൊക്കെ വളർത്തിയത്, ഞാൻ കഷ്ടപ്പെട്ടാണ് എന്നാണ് പറയുന്നത്. പണ്ട് കുറെ അച്ഛന്മാരുണ്ടായിരുന്നു അങ്ങനെ. ഉണ്ട്. അമ്മമാരെത്ര കഷ്ടപ്പെട്ടാലും അതിനൊരു വില ഉണ്ടാവില്ല. അതിലിപ്പോ സജിന്റെ ക്യാരക്ടർ ആയാലും അതെ, അമ്മയോട് നല്ല അറ്റാച്ച്ഡ് ആണ്. പക്ഷെ അച്ഛൻ അപ്പോഴും പറയുന്നത് അപ്പൊ അമ്മ പറയുന്നത് ചിട്ടി പിടിച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ കഥാപാത്രത്തെ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തത്? അത് നമ്മളോട് ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇതാണ് ക്യാരക്ടറിൻ്റെ, ഇതാണ് ഈ ക്യാരക്ടർ. അച്ഛനിങ്ങനെ വീട് നോക്കില്ല, അമ്മയാണ് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കി പോണതെന്ന് പറയുമ്പോൾ തന്നെ നമ്മളായിട്ട് തന്നെ സങ്കല്പിക്കും നമ്മളെങ്ങനെയാണ് ആ ഒരു ഇത് കൊണ്ടെടുക്കുമ്പോൾ. എനിക്ക് ഒരുപാടൊന്നും അഭിനയിക്കാനില്ലെങ്കിലും അതിൽ ആ മാനറിസം അതിൻ്റെ അത് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയലോഗിലുപരി ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഡയലോഗ് ഒക്കെ എനിക്ക് നാച്ചുറൽ ആയിട്ട് വന്നത് തന്നെയായിരിക്കും, അല്ലാണ്ട് സ്ക്രിപ്റ്റ് പറഞ്ഞു തരുവാണെങ്കിൽ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രോസസ്? സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു, പക്ഷെ അത് ഇന്ന പോലെ തന്നെ പറയണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ അതിൻ്റെ ഇതനുസരിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വിനോദേട്ടന്റെ കൂടെ ഒക്കെ അഭിനയിച്ചപ്പോ, അല്ലെങ്കിൽ അജിനാലും സജിനാലും അവരുടെയൊക്കെ കൂടെ? അവരുടെ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത്, മറ്റേ ദേവരാജും അജിനുമാണ്. അപ്പൊ അവരുടെയൊക്കെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിച്ചപ്പോ? സത്യം പറഞ്ഞെച്ചാല് ശരിക്കും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മക്കള് ഒരു ഫീലില്ല, അവരത് അതേപോലെ തന്നെ ചിരിച്ചു ചിരിച്ചു പറഞ്ഞിട്ട് അങ്ങനെ കൂടെ തന്നെ ഉണ്ട്. വിനോദേട്ടന് നല്ല കമ്പനിയായിരുന്നു. പിന്നെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമ്മളെ പേടിക്കേണ്ട ഒരു സിറ്റുവേഷനും ഇല്ല. അവിടെ ചെന്ന് എല്ലാവരും ഫ്രണ്ട്സ്. ആദ്യം തന്നെ ഡയറക്ടറെ എവിടെയെന്ന് ഡയറക്ടർ എനിക്ക് അറിയാം, ഞാനൊരു വർക്കിൽ ആളെ അസോസിയേറ്റ് ആയിട്ട് ചെയ്ത് അങ്ങനെ ഒരു പരിചയമുണ്ട്. പക്ഷേ ഈ ലൊക്കേഷനിൽ വന്നപ്പോൾ ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതിലൊക്കെ ആണല്ലോ നമ്മൾ സങ്കല്പിക്കും. ആള് അസോസിയേറ്റിൻ്റെയൊക്കെ തോളിൽ കൈയിട്ട് ചിരിച്ച് കളിച്ച് വന്ന് റെഡി അല്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളും കൂളായിരിക്കുക. അതുപോലെ ആ ലൊക്കേഷനിൽ എല്ലാവരും അതെ, ഡയറക്ടർ ആയാലും അസോസിയേറ്റ്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടും ആയിരുന്നു. നല്ല കൂളായിട്ടുള്ളൊരു ഈ ലൊക്കേഷൻ. കൂൾ എന്ന് പറഞ്ഞ കാര്യം പറയുമ്പോൾ എല്ലാവരും, നമ്മളിവിടെ കുറെ ഇന്റർവ്യൂ എടുത്തതിലായാലും ഒരു വാഴ ടൂവിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യം കൂൾ ഡയറക്ടറാണ്, കൂൾ, സത്യം. അതുകൊണ്ട് തന്നെ ഒരു കൂൾ മൂവി ആയിരുന്നു എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മള് മീൻസ് എത്ര മീൻസ് തെറ്റിയാലോ ഒന്നും ആൾക്കൊരു അത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നോക്കാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ആളൊന്ന് ഇതാക്കി കൂളാക്കി തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചെടുക്കണ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയുടെ ഒരു വിജയം. വിജയിച്ചത് അതൊരു ടീം വർക്കാണ്. ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സക്സസ് തന്നെയാണ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഈ നിങ്ങളുടെ എല്ലാവരുടെ ഒരു സപ്പോർട്ടും കെമിസ്ട്രി കൊണ്ട്. അവിടുത്തെ ടീമിന്റെ ഇതാണ് കേട്ടോ. ആ ഒരു നല്ല ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എന്നെ പോലെ ഒരു ആർട്ടിസ്റ്റിന്റെ ഭാഗ്യം. അതെന്തായാലും എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളായാലും കാണുന്ന സമയത്ത് അതായത് ഒരു സമൂഹത്തിന്റെ ഒരു നേർചിത്രം തന്നെയായിരുന്നു, അല്ലെ കുടുംബങ്ങളുടെ ഒരു നേർചിത്രമായിരുന്നു വാഴ 2. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം പ്രിൻസ് ആൻഡ് ഫാമിലി. ചേച്ചി നമ്മൾ സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞു എല്ലാവരും എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കഥാപാത്രത്തിലായിരിക്കും. നമ്മൾ വിചാരിക്കും ആ സിനിമ കാണുമ്പോ ഓ ഇങ്ങനെയായിരിക്കും, ഇതായിരിക്കും നമ്മൾ ചിന്തിച്ചതിൽ ഒരു ട്വിസ്റ്റ് വരുമ്പോഴാണ് അന്ന എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ ജെസ്സി എന്നുള്ള അമ്മയിലോട്ട് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു കഥാപാത്രത്തെ പറ്റിട്ട് എന്താ പറയാ? ആ കഥാപാത്രം എനിക്ക് ഓഡീഷനിൽ കൂടെ കിട്ടിയ കഥാപാത്രമാണ്. പക്ഷെ ഓഡീഷൻ ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് അറിയില്ല ഇത് ഞാൻ ദിലീപേട്ടൻ്റെ കൂടെയാണ് ചെയ്യാൻ പോകണമെന്നുള്ളത് അറിയില്ല. അതിലത്തെ പ്രിൻസ് അവർ ശരിക്കും ഈ സ്ക്രിപ്റ്റ് തന്നെയാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത്. ഫുൾ എനിക്ക് ആ സിനിമയിലുള്ള അത്രയും ഭാഗങ്ങൾ അവരെന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ചെയ്യിച്ചപ്പോൾ ഒന്നും അറിയില്ല ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ ചെയ്യണമെന്നുള്ളതൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ ആ കഥ പറഞ്ഞു തന്നപ്പോൾ നമുക്കൊരു ഫണ്ണി ആയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? അതേ തന്നെയാണ് ഫസ്റ്റ് എന്നോട് ഈ സ്റ്റോറി പറയുമ്പോൾ ഞാനും ചിരിച്ചുകൊണ്ടിരുന്നു. ആണോ ആണോ ചോദിച്ചു. അപ്പോൾ നല്ല ടീമായിരുന്നു. അതും ഷാരിസ്കിനും ഡയറക്ടറായാലൊക്കെ നല്ല ടീം തന്നെയായിരുന്നു. അങ്ങനെ അത് അത്ര ഭാഗങ്ങൾ ഞാൻ അന്ന് ചെയ്തു. പിന്നെ അത് ഒരു റിഹേഴ്സൽ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്യാരക്ടർ പക്ഷെ ഇത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എന്നോട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല ചെയ്യുമ്പോൾ. പക്ഷേ എന്താ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നോട് പറഞ്ഞിരുന്നു, ചേച്ചി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിയുടെ ലൈഫിൽ അത്രയും ഇതായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചേച്ചി ചെയ്യാൻ പോകുന്നത്, ആരും അത് ദിലീപേട്ടൻ തന്നെ ഫസ്റ്റ് കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു ഈ സിനിമ കണ്ടിറങ്ങിയ ആരും ജെസ്സി മമ്മിയെ മറക്കില്ല. പക്ഷെ അത് പിന്നെയാണ് തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോഴാണ് എത്രത്തോളം ജെസ്സി മമ്മി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. ഇപ്പോഴും എന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് സംസാരിച്ച
ജെസ്സി മമ്മിയല്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അതായത് സന്തോഷം. നമ്മളൊരു സിനിമയിലെ ഒരു കഥാപാത്രത്തിലൂടെ ആളുകള് റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു പിന്നെ കാര്യം. എവിടെയെങ്കിലുമൊക്കെ ഇനോഗ്രേഷൻ അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ ജെസ്സി മമ്മിക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ വലിയ സന്തോഷം സന്തോഷമുണ്ട്. അപ്പൊ ദിലീപേട്ടനായിട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ദിലീപേട്ടനായിട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് നമ്മളെ ചെറുപ്പത്തിലേക്ക് ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള വെട്ടൊക്കെ സിനിമ കണ്ട് നിന്ന് ചിരിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ എണീറ്റ് നിന്ന് ചിരിച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അത്രയും നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, പേടിയുണ്ട്. എന്താ വെച്ചാൽ അതെല്ലാവരും കോമഡി നന്നായി ചെയ്യണവരാണ്. ആ, അതെ. ജോണി ചേട്ടനായാലും അത് മഞ്ജു ആയാലും എല്ലാവരും കോമഡിയുടെ ഉസ്താദുകളാണ്. അവരുടെ ഒപ്പം നിന്നിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അപ്പം നമ്മളെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ച പറ്റിയ അത് എന്നോട് അവർ പറഞ്ഞിരുന്നു, ഈ സിനിമയിലെ ഒരു ട്വിസ്റ്റ് പാർട്ടാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്, പക്ഷെ അതോടൊപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഇവരുടെയൊക്കെ ഒപ്പം നമ്മൾ എപ്പോഴും കൗതുകത്തിൽ നോക്കിയിരിക്കണം. അവരുടെയൊക്കെ ഒപ്പം നമുക്കൊരു ഭാഗം ചെയ്യാൻ പറ്റണതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ല, ആ എല്ലാവർക്കും ഭാഗം ഇഷ്ടമായി. ചെയ്യാന്ന് മാത്രല്ല, ആ ഭാഗം ആളുകൾക്ക് മറക്കാതെ കാണുക പറയുമ്പോൾ അല്ലെങ്കിൽ ഓർത്തെടുക്കാന്ന് പറയുന്നതാണല്ലോ വലിയ കാര്യം. അല്ലാതെ ചെയ്തു പോയി കഴിഞ്ഞാൽ ആരും ചിലപ്പോൾ കാര്യമില്ല. ശ്രദ്ധിക്കണം അത് എന്നില്ലല്ലോ. അത്രയും മൈന്യൂട്ടായിട്ട് മീൻസ് അവർ കൂടെ തന്നെ അവരത് നല്ല കൂളായിട്ടുള്ളൊരു ടീം തന്നെയായിരുന്നു കേട്ടോ. അവർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോന്ന് എത്തുമ്പോൾ നമുക്ക് ഈ മീറ്റർ ഇത്തിരി താത്തി പിടിക്കണം, ഇത്തിരി കയറ്റി പിടിക്കണം. എന്താ വെച്ചാൽ അത് ഇത്തിരി ഓവറായിട്ടെന്ന് വെച്ചാൽ അത് വൾഗറായി പോകും ആ സീൻ. അങ്ങനത്തെയാണല്ലോ. എന്നാ സംശയം തോന്നാൻ പാടില്ല. പാടില്ല അതാണ്. അതായത് ആളുകൾക്ക് ഒരിക്കലും ഈ അമ്മ ആണ് എന്നുള്ള ഒരു സംശയം തോന്നാനേ പാടില്ല. അങ്ങനെ അഭിനയിക്കണം. അതുപോലെ അത് ഇത്തിരി ഓവറായിട്ട് ഇങ്ങനെ അറ്റാച്ച്മെന്റ് കാണിക്കുക, എന്തെങ്കിലും ഒരു എക്സ്പ്രഷനിൽ ഒരു പാളിച്ച വന്നെന്ന് വെച്ചാൽ ആ ട്വിസ്റ്റിംഗ് പോയിന്റ് മാറും. അപ്പൊ ആളുകൾക്ക് മനസ്സിലാവും ഡൗട്ട് തോന്നും. അതുപോലെ ഡബിങ്ങിന്റെ സമയത്തായാലും ആ പ്രിൻസ് ചായ എന്ന് വിളിക്കണ അത് തന്നെ ഒരുപാട് ടേക്ക് പോയിട്ട് മീൻസ് ഡബിങ് സ്റ്റുഡിയോയിൽ എന്താ വെച്ചാൽ അതിലായാലും അതൊരു അവരുദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ വരണം, പ്രിൻസ് ചായ എന്നുള്ള ആ ഒരു വിളി. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ടായിരിക്കും. ചേച്ചി തന്നെയാണ് ഡബ് ചെയ്യാറൊക്കെ? ഇത് വാഴയിൽ ഞാനല്ല, ഇതില് പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ഞാനായിരുന്നു. അതാ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചേച്ചി സംസാരിക്കുമ്പോ ഒരു കുറച്ച് പതിഞ്ഞൊരു ശബ്ദം, പക്ഷെ അതിലും വിളിക്കുമ്പോ അതൊരു നമുക്കൊരു സ്വീറ്റ്നെസ് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അപ്പൊ ഈ ഒരു സിനിമ മേഖലയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അതായത് നമ്മൾക്ക് എല്ലാവരും പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ മോഡലിംഗ് ആയിരിക്കാം, പല പല മേഖലയിൽ നിന്ന് വരുന്നവരുണ്ടായിരിക്കും. എങ്ങനെയാണ് സിനിമ എന്ന് പറഞ്ഞ ഒരു മേഖലയിലേക്ക് വരുന്നത്? ഞാൻ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊന്നും തീരെ ആക്റ്റീവ് ആയിരുന്നില്ല. ഒരു സ്റ്റേജ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോഴും സ്കൂളിൽ കോളേജിലുള്ള കുട്ടികൾക്ക് മീൻസ് കൂടെ പഠിച്ചവർക്കൊക്കെ ഇപ്പോഴും അത്ഭുതം, യു ലെത്തിയ ഫിലിമിലോ ഡാൻസോ. ഞാൻ അത്രയും ഒരു സൈലന്റ് ആയിരുന്നു. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ദുബായിലായിരുന്നു. 15 years ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജറായിട്ടും. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഫിലിമിലേക്ക് വന്നത്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് എടുത്തൊരു ഫിലിമുണ്ട് 369 എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിലൊരു 4 സീൻ ഉണ്ടായിരുന്നു സിയുടെ വൈഫായിട്ട്. അതിലേക്കാണ് ആദ്യം എന്നെ സെലക്ട് ചെയ്തത്. അത് ചെയ്യാൻ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ തീരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം മോളും ഹസ്ബൻഡൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തു. പിന്നെ അതുപോലെ അവരും നല്ല സപ്പോർട്ടായിരുന്നു. ചെയ്ത് നോക്കൂ, പറ്റിയില്ല വെച്ചാൽ വേറെ ആളെ കിട്ടുമല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പം പിന്നെ ഞാനും വിചാരിച്ചു, അന്ന് ഞാൻ ജോബ് റിസൈൻ ചെയ്തിരിക്കുകയായിരുന്നു മോള് SSLC ആയപ്പോൾ. അങ്ങനെ അത് ചെയ്തപ്പോൾ അതിലത്തെ ക്യാമറമാൻ പറഞ്ഞു, ചേച്ചി ആദ്യമായിട്ട് ചെയ്യാൻ തോന്നില്ല കേട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ്. നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കലയുടെ ബാക്കി ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ അഭിനയിക്കാൻ പറ്റണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ. പിന്നെ ഞാനത് വിട്ടു, ഞാൻ തിരിച്ചു പോയി വേറെ ജോലിയിൽ ജോയിൻ ചെയ്തു. ആ സമയത്ത് ഈ ക്യാമറമാൻ്റെ ഒരു പടം ദുബായിലുണ്ടായിരുന്നു. ആ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു പടം ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ നാട്ടിലേക്ക് വരണ്ട, അവിടെ തന്നെയാണ് ജോലിയുടെ ഇടയിൽ ചെയ്യാം. അങ്ങനെ അത് ചെയ്തു. പിന്നെ കൊറോണയായിട്ട് ഗ്യാപ്പ് വന്നു. പിന്നെ അങ്ങനെ വിട്ടു. പിന്നെ ഇപ്പം മോളുടെ സ്റ്റഡീസൊക്കെ ആയിട്ട് നാട്ടിൽ സെറ്റിലായപ്പോൾ വീണ്ടും ഫിലിം നോക്കാന്നുള്ളതിൽ. പിന്നെ ആളുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഫിലിമിലുണ്ടാവും. ചേച്ചി നാട്ടിലുണ്ടോ, 2 ഫോട്ടോ അയക്കും, ഞങ്ങളുടെ പരിചയത്തിലുള്ളവർ ഇങ്ങനെ ഫിലിമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു കണക്ഷൻ അങ്ങനെ വന്നതാ. പിന്നെ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഷോട്ടിന് പറഞ്ഞപ്പോ അഭിനയിക്കാൻ പറഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു മെമ്മറി എങ്ങനെ ഉണ്ടായിരുന്നു? അത്
എൻ്റെ കൂടെയുള്ള ആള് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പക്ഷെ എന്തോ ഇതില് ആളുടെ ടേക്ക് ഇത്തിരി അധികം പോയി ആ ഒരു സീനിൽ. അത് എനിക്ക് ഫേവറബിളായി. എന്താന്ന് വെച്ചാല് എനിക്കത് റിപ്പീറ്റ് ചെയ്ത് എനിക്ക് ചെറിയൊരു ഡയലോഗേ ഉണ്ടായുള്ളൂ. അപ്പൊ അതങ്ങനെ ഒരു 3, 4 പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ ആ പെർഫെക്ഷൻ പേടി പോയില്ലോ. അങ്ങനെ ആ പേടി പോയി. പേടി പോയി. അപ്പൊ തിയേറ്ററിൽ വന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു മുഖം ചെറിയൊരു ഫോണിലോ അങ്ങനെ കാണുന്ന പോലെ അല്ലല്ലോ, നമ്മള് വലിയൊരു സ്ക്രീനിൽ അത് കാണുമ്പോ ഭയങ്കര ഒരു എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ്. നമ്മൾ ഫാമിലിയുടെ കൂടെ ഇരുന്ന ഒരു ഫിലിം കാണാന്ന് പറയുമ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സന്തോഷം അപ്പൊ തോന്നി. ഫാമിലിയൊക്കെ എന്താ പറഞ്ഞ അഭിനയം കണ്ടപ്പോ? മോളാണ് കൂടുതൽ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. അമ്മ അങ്ങനെ ചെയ്യണം, അമ്മ ഇങ്ങനെ ചെയ്യണം. അവൾക്ക് ഭയങ്കര ഇതാണ് ഞാൻ ഒരുങ്ങി നടക്കണം, ഞാൻ ഫിലിം അങ്ങനെ. അതുകൊണ്ട് അവളെ ആണ് കൂടുതൽ എന്നെ ക്രിറ്റിസൈസ് ചെയ്യുക. അമ്മ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത്. അതുപോലെ ഹസ്ബൻഡും അത് ഭയങ്കര സപ്പോർട്ട്. അവർ രണ്ടുപേരും ഇടതും വശത്തു നിന്നും വലതും വശത്തു നിന്നുള്ള ഉണ്ട്. അല്ല, സപ്പോർട്ടാണ്. ശരിക്കും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഏറ്റവും വലിയൊരു ഗുണമുള്ള ഒരു കാര്യം തന്നെ കേട്ടോ. തീർച്ചയായിട്ടും. അത് എപ്പോഴും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എത്രയും ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. പിന്നെ ചേച്ചി ഏതൊക്കെ മൂവി തമിഴിലൊക്കെ ചെയ്തിട്ടുണ്ടോ? വേറെ ഏതൊക്കെ മൂവീസ് ഒക്കെ തമിഴ് ചെയ്തിട്ടുണ്ട്, രതിപ്പൂർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് റിലീസായിട്ടില്ല. പിന്നെ ഇപ്പൊ ഒരു തെലുങ്ക് മൂവി ഇപ്പോൾ റിലീസിന് അടുത്ത മാസം ഉണ്ടാവുന്ന പറഞ്ഞേക്കണം. വിശ്വരൂപത്തിന്റെ ക്യാമറമാൻ, വിശ്വരൂപം 2ന്റെ ക്യാമറമാൻ ഷംസദ് സാറിന്റെയാണ്. അത് തെലുങ്കിൽ ആളുടെ ഫസ്റ്റ് മൂവിയാണ്. അതില് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അല്ല, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു തെലുഗു ഒക്കെ ചെയ്ത സമയത്ത്? മലയാളം പോലെയോ അല്ലെങ്കിൽ തമിഴ് പോലെയോ അല്ല, തെലുഗുലൊക്കെ ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് ഡയലോഗ് പഠിക്കണല്ലോ, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്ന പ്രോസസ്സ്? തെലുങ്ക് എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവുന്നു. പക്ഷെ നല്ല ഒരു ലൊക്കേഷൻ ആയിരുന്നു. നല്ല അവര് അറിയാലോ, തമിഴ് തെലുങ്ക് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ നമുക്ക് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഇതാ. അവര് നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ടാണ് ഓരോ സീനും എടുക്കും. ഇത് ഓക്കെ അല്ലേ ചോദിച്ചിട്ട്. അതുപോലെ ഡയലോഗിന്റെ സമയത്ത് അവര് നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് തരും, ആദ്യം തരും. അതിന്റെ മീനിങ്ങും പറഞ്ഞു തരും, ഇന്നതാണ് പറയണമെന്ന്. അതറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ അവരൊന്ന് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആണ്. അല്ല, എന്താന്ന് പറയാ, നമ്മളെപ്പോഴും എന്താ പറയാ, വേറെ ഒക്കെ ചെയ്യണല്ലോ. ഇപ്പോഴും നമ്മൾ മലയാളത്തിൽ ഒതുങ്ങി നിൽക്കാതെ എല്ലാ സിനിമകളും ചെയ്യണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മലയാളത്തില് പിന്നെ അതുപോലെ തന്നെ രേഖാചിത്രത്തിൽ അതുപോലെ നല്ലൊരു ക്യാരക്ടറായിരുന്നു, അനശ്വരരാജന്റെ അമ്മയായിട്ടായിട്ടുണ്ടായിരുന്നു. ആ സിനിമയും നല്ലൊരു ഹിറ്റായിരുന്നു. ദിലീപേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിരുന്നു ലത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂല് പറഞ്ഞു ഹിറ്റ് സിനിമകളിൽ മാത്രമേ അഭിനയിക്കൂ കളിയാക്കിയായിരുന്നു. പക്ഷെ സത്യാണല്ലോ, അതായത് അതങ്ങനെ ആയി പോകുന്നതാണെന്ന് വേണേ പറയാം. അത് സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ് സിനിമകൾ തന്നെയായിരുന്നു. രേഖാചിത്രം അതുപോലെ നല്ലൊരു സിനിമയുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സിനിമയുടെ ഒരു എക്സ്പീരിയൻസ്? രേഖാചിത്രത്തിൽ അനശ്വരരാജന്റെ അമ്മയായിട്ടായിരുന്നു. പത്മിനിയിലും അനശ്വരരാജന്റെ അമ്മയായിട്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞ ആ ഒരു അമ്മ മോള് കോമ്പിനേഷൻ കണ്ടിട്ടാണ് ജെഫിൻ സാർ ഇതിലേക്ക് സെലക്ട് ചെയ്തതെന്നാ പറഞ്ഞ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും വലിയൊരു ഹിറ്റ് മൂവി തന്നെയായിരുന്നു അതും. അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റി. ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മീൻസ് കുറച്ചേ ഉള്ളൂ വെച്ചാലും ആ അമ്മ കൊടുക്കണ പാദസരാണല്ലോ ആ സിനിമയുടെ കൊണ്ടുപോകണത്. എല്ലാത്തിനും ഒരു പോയിന്റിൽ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അതൊരു ഭാഗ്യാണ് ആർട്ടിസ്റ്റിനെ പറ്റി. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അമ്മ കഥാപാത്രങ്ങൾ മാത്രമായിട്ട് ചുരുക്കി പോകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ലെങ്കിൽ ഇല്ല. SAK എന്ന് പറഞ്ഞൊരു പടത്തിൽ ASP ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ഡോക്ടറായിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല. എന്നാലും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്ന സിനിമ എടുത്ത് നോക്കുമ്പോ അമ്മ കഥാപാത്രങ്ങളാ. പക്ഷെ അമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത് എന്നോട് പലരും പറയും അമ്മ കഥാപാത്രങ്ങൾ മാത്രം ചെയ്ത് അതിൽ ഒതുങ്ങി പോകുന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്ന അമ്മകളൊക്കെ ഡിഫറെന്റ് അമ്മകളാണ്. ജെസിമമ്മി വേറെ അമ്മ, ഇതിലത്തെ വേറെ അമ്മ. അതൊരു രസമാണ്. എന്നാലും ഏറ്റവും കൂടുതൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അഭിനയിക്കാൻ ഒരു ഇതുപോലെ തന്നെ അമ്മ കഥാപാത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു പോലീസായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ഡ്രീമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മുൻപ് ചെയ്ത പല ആർട്ടിസ്റ്റുകളും ചെയ്ത കഥാപാത്രങ്ങൾ ഉണ്ടാവില്ല, സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും. അങ്ങനെ ചേച്ചിക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്യണം എന്ന് ഇനി ആഗ്രഹമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചില്ല. ആളുകളുടെ ഇതേപോലെ നമ്മൾ ചെയ്യണ കഥാപാത്രം ഏതായാലും നമുക്കിപ്പോൾ ഇന്നത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കത് കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ ജനഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. അത് ഈ ജെസിമമ്മി പോലെയായാലും വാഴയിൽ ചെറിയ കഥാപാത്രമായാലും എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം കിട്ടണം എന്നാണ്. ഇപ്പൊ ഒരു ടീച്ചറായിട്ട് ഒരെണ്ണം വരുന്നുണ്ട്. അങ്ങനെ
വ്യത്യസ്തമായിട്ടുള്ളത് വരെ ചെയ്യണം. സന്തോഷം വ്യത്യസ്തമായിട്ട് ചെയ്യണം ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ ഒരേപോലത്തെ അമ്മ തന്നെ വെച്ചാൽ കാര്യമില്ല. മീൻസ് എപ്പോഴും കരഞ്ഞ് ഇങ്ങനെ നിൽക്കണം. ഇതിപ്പോ ജെസ്സി മമ്മി വേറെയാണ്, വാഴയിലത്തെ അമ്മ വേറെയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന കഥാപാത്രം ഒരേപോലത്തെ അല്ലാണ്ട് പല വിധത്തില് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ആഗ്രഹം. എൻ്റെ അതെ. സിനിമ പോലെ തന്നെ പല ആഡ് ഷൂട്ടുകളൊക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ആഡ് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഈ സിനിമ പോലെയല്ല, ഒരു ഡിഫറെന്റ് തന്നെയാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ മേഖലകളൊക്കെ? ആഡ് ഷൂട്ടും ഫിലിമും ഒരേപോലെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ മാതൃഭൂമി, മനോരമ, പിന്നെ കുറെ ജ്വല്ലറീസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട് അല്ലേ? അത് ഇനിയിപ്പോ വാഴ 2 വരികയാണെങ്കിൽ ഈ സിനിമ നമ്മൾ ചെയ്ത സമയത്ത് എത്രത്തോളം വിചാരിച്ചിരുന്നു ഇത്രത്തോളം ഒരു വലിയൊരു വിജയത്തീരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വാഴ 1 തന്നെ വാഴ ഇറങ്ങിയ സമയത്ത് അതൊരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പടമായിട്ട്, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. അത് അങ്ങനെ ഒരു ഹിറ്റായ പടത്തിന്റെ 2ാം ഭാഗത്തിലേക്ക് വാഴ 2ലേക്ക് വിളിച്ചപ്പോൾ തന്നെ ഭയങ്കര പ്രതീക്ഷയാണ്. എന്താ വെച്ചാൽ ആ സിനിമ വിജയിച്ചപ്പോൾ അവരെന്തായാലും ആ ടീമിനെ നമുക്ക് അറിയണോണ്ട് അതിലും നല്ലൊരു സക്സസിലേക്ക് എത്തുന്നുള്ളത് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ സന്തോഷമായിരുന്നു. നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അത് നല്ലൊരു ഹിറ്റ് ആവണേന്ന്. അത് തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഹിറ്റ് അടിക്കുന്നുള്ളത്. ആദ്യം പറഞ്ഞല്ലോ ഒരു സുഹൃത്തിന്റെ മൂവിയിലായിരുന്നു ചെയ്തത്. അതിനുശേഷം ചെയ്തത് ഏതായിരുന്നു സിനിമ? അതിനുശേഷം നാട്ടിലോട്ട് നാട്ടിൽ വന്നതിന് ശേഷം ചെയ്തത് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടമായിരുന്നു. പക്ഷെ അത് കൊറോണയുടെ ആ ഒരു ഇതില് റിലീസായപ്പോ തന്നെ അത് തിരിച്ചെടുക്കേണ്ടി വന്നു. മീൻസ് തിയേറ്ററുകളൊക്കെ ക്ലോസ് ആയിട്ട് അങ്ങനെ അത്. വലിയൊരു ബാനറിൽ ചെയ്തത് ഏതായിരുന്നു ആദ്യം ചെയ്ത ഗുരുവായൂർ അമ്പലനടയിലുണ്ടായിരുന്നു. അല്ല, അപ്പൊ ഇത്രയും ഒരു എനിക്ക് തോന്നുന്നു ആ സുഹൃത്തിന്റെ സിനിമയെന്ന് പറഞ്ഞാൽ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വലിയൊരു ബാനറിൽ സിനിമ ചെയ്യുമ്പോ ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു ചേച്ചി നോക്കി കണ്ടിട്ടുണ്ട്? തീർച്ചയായിട്ടും. അതെന്ന് പറഞ്ഞാൽ ഫാത്തിമയായിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ. ഞാൻ ഫസ്റ്റ് ചെയ്തത് 369 എന്ന് പറഞ്ഞ പടം. അതിൽ ഫാത്തിമ ആയിരുന്നു, ഞങ്ങളെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ നമുക്കതൊരു നമ്മളുടെ ഫാമിലിയിൽ പോയിട്ട് ചെയ്യണ ആ ഒരു ഫീലാണ്. അപ്പോൾ അത്ര വലിയൊരു ബാനറും അല്ല. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമ്മൾ ഈ വലിയ ബാനറിൽ ചെയ്യുമ്പോഴാണ് നമ്മളതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവണം. ഇത്ര വലിയൊരു പടം പൃഥ്വിരാജ് നായകനായിട്ടുള്ള അങ്ങനത്തെ ഒരു പടമൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. നമുക്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ ഒരു തന്നെ, പക്ഷെ എന്നാലും ആർട്ടിസ്റ്റുകളൊക്കെ വലിയ ആർട്ടിസ്റ്റുകൾ, വലിയൊരു ലൊക്കേഷൻ, വലിയൊരു ബാനറിൽ നല്ലൊരു വിജയം കണ്ടൊരു പടം. അതിൻ്റെ ഒരു ഭാഗം, ചെറിയ ഭാഗമായാലും സന്തോഷമായിരുന്നു. അതിൽ ആ ഒരു ഭാഗം ഉള്ളുന്നുണ്ടെന്ന് വെച്ചാലും അത് ട്രോളിലും റീലിൽ കൂടെയൊക്കെ എല്ലാവരിലേക്കും എത്തി. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ വലിയ സിനിമകളുടെ ഭാഗമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഗുണം തന്നെയാണ് നമുക്ക്. തീർച്ചയായിട്ടും. അപ്പൊ ഇനി അടുത്ത മൂവീസ് ഒക്കെ ഏതൊക്കെ ഇപ്പൊ ഇനി റിലീസ് ആവാനുള്ളത് ഓട്ടംതുള്ളൽ, മാർത്താണ്ഡൻ സാറിന്റെ ഓട്ടംതുള്ളൽ, അതിൽ നല്ല വേഷമാണ്. പിന്നെ SAKL ഞാൻ പറഞ്ഞല്ലോ, അത് ഇറങ്ങാനുണ്ട്. അങ്ങനെ പിന്നെ തെലുങ്ക് മൂവി ഇറങ്ങാനുണ്ട്. അതൊക്കെയാണ് അല്ലേ? വേറെന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ? പാട്ട് പാടോ അങ്ങനെ എന്തെങ്കിലും? ഡാൻസ് പഠിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് സിനിമയിൽ വരുമ്പോഴേ ഒരു ചിന്ത ഉണ്ടാവൂല്ലോ നമുക്ക്, സിനിമയിൽ വരുമ്പോ സിനിമ എങ്ങനെയായിരിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് പലരും പറയും, പല പല കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും സിനിമ എങ്ങനെയായിരിക്കും എന്നൊരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു ആദ്യം സിനിമയിൽ? തീർച്ചയായിട്ടും. നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ടാണല്ലോ. അപ്പൊ സിനിമയെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. നമ്മളല്ലെങ്കിൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മളെ ഫാമിലിയിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇതെങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള നല്ല ടെൻഷൻ. പക്ഷെ നമ്മളെ ഫാമിലി ഫ്രണ്ടിൻ്റെ അവിടേക്ക് വന്നുകൊണ്ട് നമുക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവള് പ്രൊഡ്യൂസറായിട്ടുണ്ട്, അവളുടെ ഹസ്ബൻഡ് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് ഒരു പേടി എന്നുള്ളത് പോയി. എന്താ വെച്ചാൽ അറിയണവരൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം ആ ഒരു പേടി പോയി. ഫസ്റ്റത്തെ പേടിയാണ് ഏറ്റവും പേടി ഉണ്ടാവുക. ഇതിപ്പോൾ അത് അങ്ങനെ ഇല്ല, അത്ര പേടിയില്ലാണ്ട് പോയപ്പോൾ പിന്നെയൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അതെ, അത് ശരിക്കും ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇപ്പൊ ശരിക്കും പറയും വാഴ 2 ഒരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതായത് ഓരോ ക്യാരക്ടർ എടുക്കും. പലപ്പോഴും പല സിനിമകൾ കാണുമ്പോൾ അല്ലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും. പക്ഷെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത തന്നെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സെറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ സെറ്റില് ആദ്യം തന്നെ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് സെറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ വീട്ടിലത്തെ ആ ഒരു ലൊക്കേഷനിൽ മാത്രമാണ് എനിക്ക് ഷൂട്ട് ഉണ്ടായിട്ടുള്ളൂ. ആ
ലൊക്കേഷനിൽ കയറി ചെന്നപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലണ പോലെ തന്നെ അത് അവർ പരിചയമുണ്ട്, മീൻസ് സെവൻ സാറിന് പരിചയമുണ്ടല്ലോ. പിന്നെ എല്ലാവരും അവിടെ ചെന്ന് പരിചയപ്പെട്ടടെ ഓരോ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഓരോ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ എല്ലാവരും അധികം പേരും പുതിയതായിട്ട് പരിചയപ്പെടുന്നവരായിരിക്കും. എല്ലാവരോടും നമ്മൾ അങ്ങോട്ട് കയറി സംസാരിക്കും. സംസാരിച്ച് അത് ആദ്യം നമുക്ക് തോന്നും അവരൊക്കെ ജാടയാന്ന്, പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും എല്ലാവരും പാവങ്ങൾ തന്നെയാണ്, നല്ല കമ്പനി. നമ്മൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറണം അതേപോലെ തന്നെ തിരിച്ച് അവരും റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഒരു നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ഒരു കഥാപാത്രത്തിന്റെ ഇപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് നിന്ന ആളുടെ ഒരു ഇങ്ങോട്ട് തരുന്ന ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ അഭിനയിക്കുമ്പോ. അപ്പൊ ഇപ്പൊ വിനോദേട്ടനായാലും അതെ, നമുക്ക് തരുന്നൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ അത്ര നന്നായി നമ്മൾ അവിടെ ചെന്ന് ആളാണ് ഹസ്ബൻഡ്, ഇവരാണ് മക്കളെന്നൊക്കെ അസോസിയേറ്റ് പരിചയപ്പെടുത്തി. അപ്പൊ തന്നെ നമ്മൾ അവിടെ ഇരുന്ന് സംസാരിച്ച് ആ ഒരു ബോണ്ടായി. അവനായിട്ട് സംസാരിച്ച് ഇന്നതാണ് ക്യാരക്ടേഴ്സ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവാൻ സാധിക്കും. അതെ. അപ്പൊ തീരെ പരിചയമില്ലാണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ഇതിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെന്നെല്ലാവരോടും സംസാരിച്ച് പിന്നെ ഷൂട്ടിന്റെ നേരാകുമ്പോഴേക്കും ഒരു കോംബോ വർക്കൗട്ട് ആവും. അപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ മുൻപേ തന്നെ ഇപ്പൊ നേരത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ദിലീപേട്ടനാന്ന് അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പെട്ടെന്ന് അല്ലെങ്കിൽ ഇപ്പൊ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഓഡീഷൻ എടുക്കുന്ന സമയത്ത് അറിഞ്ഞിരുന്നില്ല, പക്ഷെ പിറ്റേ ദിവസമായപ്പോ അവർ എന്നോട് പറഞ്ഞു. എന്നാലും ആ ഒരു സമയത്ത് പെട്ടെന്ന് ദിലീപേട്ടൻ, പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപേട്ടനാണ് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? ശരിക്കും അതാ പറഞ്ഞത്, നമ്മളെ ചെറുപ്പത്തിലെ ഒരുപാട് ചിരിപ്പിച്ചിട്ടില്ല. ഇന്നും നമ്മൾ ടി വി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ദിലീപേട്ടന്റെ കോമഡി ഇല്ലാത്ത ഒരു ഇതില്ല. അത്രയും നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കാനായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആള് ഭയങ്കര കൂളായിരുന്നു. ആളിങ്ങോട്ട് ഞാനും അന്നയായിട്ട് ചെയ്ത മീനാക്ഷി ഞങ്ങൾ ഭയങ്കര ഇതിലിരിക്കുക, എയറൊക്കെ പിടിച്ചിരിക്കുക. പക്ഷെ ആള് വന്നു കഴിഞ്ഞാൽ ആള് കൂളായിട്ട് നമ്മളെ കുറേ നാളായിട്ട് പരിചയമുള്ള പോലെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ആ പേടി പോയി. അതുപോലെ ജോണി ചേട്ടന്റെ കൂടെ ഞാൻ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആളാ ഒരു പരിചയമുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങോട്ട് സംസാരിച്ച് നമ്മളെ കംഫർട്ടബിൾ ആ ലൊക്കേഷനിൽ അതെ നമ്മളെല്ലാവരും ഇങ്ങോട്ട് കംഫർട്ടബിൾ ആക്കി. അവർക്കറിയാം എന്താ വെച്ചാൽ നമ്മൾ പുതിയ ആളുകളായതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുന്നു. അപ്പം അത് മാറ്റാനായിട്ട് അവരിങ്ങനെ ഇരുന്ന് തമാശ പറയും, ചിരിക്കും. അതോടുകൂടി നമ്മൾ ഓക്കെ ആവും. അല്ല, ആ കംഫർട്ടബിൾ വേണമെന്ന് എപ്പോഴും പറയില്ല, അല്ലെങ്കിൽ കംഫർട്ടബിൾ ഉണ്ടാവുമ്പോ തന്നെ നമുക്ക് എല്ലാ സിനിമയിലും നല്ല പെർഫോം ചെയ്യാൻ പറ്റും. അതല്ല സീനിയർ ആർട്ടിസ്റ്റുകൾ ഭയങ്കര ജാടിക്കിട്ട് അങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാൽ നമുക്ക് ടെൻഷനാവും, പിന്നെ എടുക്കണതൊക്കെ തെറ്റിപ്പോ. പക്ഷെ അത് അവർക്ക് അറിയണുണ്ട്, അവർക്ക് ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളത്. അതുകൊണ്ട് അവർ നമ്മളെ കംഫർട്ടബിൾ സോണിലാക്കിയതിന് ശേഷമാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാവരും പറയാറുണ്ടല്ലോ പല പല തരത്തിലാണ് സ്ക്രിപ്റ്റ് പഠിക്കുന്നതും അല്ലെ വായിക്കുന്നതും ആ കാര്യങ്ങളൊക്കെ. ചേച്ചി എങ്ങനെയാണ് ചെയ്യാറുള്ളത്? പലരും പലതരത്തിലുള്ള പറയുമല്ലോ, ചിലവർ ബൈഹാർട്ട് ചെയ്യുന്ന പറയും, ചിലവർക്ക് പ്രോംപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ചേച്ചി എങ്ങനെയാണ് ചെയ്യാറുള്ളത്? അതിന്റെ കാര്യങ്ങളും സ്ക്രിപ്റ്റ് വായിക്കുന്നത് തൊട്ടിട്ട് എങ്ങനെയാണ് ചെയ്യാറുള്ളത്? സ്ക്രിപ്റ്റ് അധികം നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് തരും. സ്ക്രിപ്റ്റ് തരുമ്പോൾ നമ്മളത് വായിച്ച് മനസ്സിലാക്കും. എനിക്ക് പ്രോംപ്റ്റ് ചെയ്യണത് എനിക്ക് അത്ര ഇതില്ല, എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. പക്ഷെ ചിലരൊക്കെ നല്ല ഇതിൽ പ്രോംപ്റ്റ് ചെയ്യണത് അതേപോലെ ചെയ്യും. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രോംപ്റ്റ് ചെയ്ത് തരുമ്പോൾ എൻ്റെ ശ്രദ്ധ പോകണുണ്ടാവും എനിക്ക്. അപ്പോൾ ആ ഫീൽ ഇത്തിരി കുറയുന്നുണ്ടോ എന്നൊരു സംശയം തോന്നും. അതുകൊണ്ട് ഞാൻ ബൈ ഹാർട്ട് ചെയ്യും. പിന്നെ അവർ പറയും, ചില ഡയറക്ടേഴ്സ് പറയും ഇതിലുള്ള പോലെ തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ അതുപോലെ പറഞ്ഞാൽ മതി, ഇതാണ് കണ്ടന്റ് എന്ന് പറയും. അപ്പം അങ്ങനെ പറയും. അപ്പം അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവർ പറഞ്ഞുതരും, അതും കൂടി ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് അങ്ങനെ. അല്ല, ആരും അങ്ങനെ പേടിപ്പിക്കണവരൊന്നും ഇല്ല. എല്ലാവരും നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ട് തന്നെ, എന്താ വെച്ചാൽ അവർക്ക് എന്നാലാണ് നമ്മളുടെ മാക്സിമം പെർഫോമൻസ് കിട്ടണമെങ്കിൽ നമ്മളെ കംഫർട്ടബിൾ സോണിലാക്കിയാൽ മാത്രമാണ് അവർക്കും കിട്ടുള്ളൂ നല്ല പെർഫോമൻസ്. അപ്പൊ അങ്ങനെ എല്ലാരും കൂടെ നിന്ന് പറഞ്ഞുതരും. അപ്പൊ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇങ്ങനെ എടുത്തു പോവുക അങ്ങനെയാണോ? അതായത് ഇപ്പൊ ഒരു ഇത് എടുക്കാൻ ഒരു ടേക്ക് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോട്ട് എടുക്കുന്ന സമയത്ത് എങ്ങനെയാ അത് നോർമലി അല്ലെങ്കിൽ ഇടയിൽ വെച്ച് നിർത്തുവോ, സ്റ്റോപ്പ് ചെയ്യോ, അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്? ശരിക്കും ഒരു വൈഡ് ഷോട്ട് എടുക്കുമ്പോൾ എല്ലാ ഡയലോഗും കാര്യങ്ങളും ഇങ്ങനെ പോവും. അപ്പം എല്ലാവരും പറയും. അത് കഴിഞ്ഞ് ക്ലോസ് എടുക്കുന്ന സമയത്തേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വരും. വൈഡിലേക്ക് അത്ര അവർ ഇതാവില്ല. എന്താ വെച്ചാൽ ഒരു വൈഡ് ഷോട്ട് എടുത്ത് വെച്ചിട്ട്
പക്ഷെ വൈറ്റ് ഷോട്ട് പെർഫെക്റ്റ് ആവണം, എന്നാലാണ് അവർക്ക് ക്ലോസ് ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡയലോഗും കാര്യങ്ങളൊക്കെ ആദ്യമേ നമുക്ക് തന്ന് വെക്കും. അസോസിയേറ്റ് വന്നിട്ട് സിറ്റുവേഷൻ പറഞ്ഞുതരും. അപ്പൊ നമ്മളത് ബൈ ഹാർട്ട് ആക്കേണ്ടവരാക്കും, അല്ലെങ്കിൽ ചിലവർ പ്രോംപ്റ്റ് വേണ്ടവർ പറയും ഞങ്ങൾക്ക് പ്രോംപ്റ്റ് വേണം എന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഓരോ ക്യാരക്ടറിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കാറുണ്ടോ? ഇപ്പൊ ഇപ്പൊ ചെയ്ത കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കാം നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ, അങ്ങനെയൊക്കെ പ്രിപ്പറേഷൻസ് ASP ആയിട്ട് ചെയ്ത ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻ വേണ്ടി വന്നു. കഴിഞ്ഞാൽ ഒരു ASP എന്ന് പറഞ്ഞാൽ അവർ നടക്കണത്, അവരുടെ ഡയലോഗ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അതൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ സാധാരണ ചെയ്യണ ഒരു കഥാപാത്രമല്ല. അതുകൊണ്ട് അത് കാരണം ഞാൻ പോലീസ് ക്യാരക്ടേഴ്സ് അങ്ങനത്തെയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു റെഫറൻസിന് വേണ്ടിയിട്ട്. അത് മാത്രമാണ് അങ്ങനെ ബാക്കിയുള്ളത് നമ്മൾ അങ്ങനെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഓരോ കഥാപാത്രങ്ങളും ഓരോ സിനിമയിലും വ്യത്യസ്തമായിരിക്കുമല്ലോ. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ കോമൺ കുറച്ച് ഇതുണ്ടല്ലോ, ഒരു പോലീസ് ഓഫീസർ ബോഡി ലാംഗ്വേജ് ഒക്കെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് അതിന് റെഫറൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വാഴ 2 എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, പക്ഷെ വാഴ 2 ആണല്ലോ നമ്മുടെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ അത്രയും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊരു നല്ലൊരു കഥാപാത്രം ചെയ്ത ആളുകളെ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ എന്തായാലും പുറത്തിറങ്ങുമ്പോ ഇത് ആരും ചോദിക്കാതിരിക്കില്ല ഒരു കഥാപാത്രത്തെ പറ്റിയിട്ട്. സത്യത്തില് എന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആയതുകൊണ്ട്, ഡിഫറെന്റ് ലുക്ക് ആയതുകൊണ്ട് എന്നെ പെട്ടെന്ന് ആരും തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷെ എന്നാൽ പോലും ആളുകൾ തിരിച്ചറിയും എന്തായാലും. എന്താ വെച്ചാൽ അത്രയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ സിനിമയിൽ ചെയ്യാൻ സാധിക്കട്ടെ. ഇതുപോലെ തന്നെ പോട്ടെ, ഇതുപോലെ തന്നെ നല്ല നല്ല സിനിമകളിൽ, ഹിറ്റ് സിനിമകളുടെ ഒക്കെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി ചേച്ചി. താങ്ക് യു.